ചന്ദ്ര അപ്പൊ തുടങ്ങാം. അപ്പൊ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള മൃണാളിന്റെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഹംഗ്രി മൃണാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഫുഡൊക്കെ പിടിച്ചോ? നന്നായിട്ട് പിടിച്ചു. സമാധാനായി. മുമ്പ് മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചെല്ലാം കീറൊട്ടിച്ചിരുന്ന മൃണാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ ആ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും മോശം അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ചേട്ടാ, ബിരിയാണിയൊക്കെ ശോകമാണല്ലോ എന്റെ പൊന്നുമോനെ. അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആയതല്ലേ എന്ന് പറയുന്നു. ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല, നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല, നീ അത് കണ്ടിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കൂടാതെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഞാൻ ഉണ്ടാക്കി തരുന്ന ബിരിയാണിയെ കുറിച്ച് ആരും മോശം പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും മോശം പറയുന്നുണ്ടെങ്കിൽ അവൻ ബിരിയാണിയെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു മണ്ടനാണെന്ന് മൃണാൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച്. ഇനി കമന്റ്സ് ഓൺ ദാറ്റ്. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. നോക്ക്, എന്നോട് എന്നെ തിരുത്താൻ പറ്റരുത് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ വേറെ പണിയുണ്ട്. എന്നിട്ട് അതെ, നമുക്ക് ഇഷ്ടം പോലെ വേറെ പണിയുണ്ട്. ഈ ലൈവ് കഴിഞ്ഞിട്ട് വേണം ആരാന്റെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവരുടെ ഭക്ഷണത്തെ കുറിച്ച് മോശം റിവ്യൂ ഇടാൻ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ആരാന്റെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് കുറ്റം പറയുന്നവനാണ് സ്വന്തം റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് കുറ്റം പറയുന്നവനെ ലൂസർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. മൃണാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്വന്തം റെസ്റ്റോറന്റ് നോക്കണം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ആരാന്റെ റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണത്തിന് കുറ്റം പറയണം. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. നീ ഒന്നും പണയണ്ട. UK ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യും. അവരങ്ങനെയും പറഞ്ഞു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്. അവിടെ ഒരു ഈച്ച ശല്യമില്ല. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ, ഐ മീൻ, ഹാവ് യു ബീൻ ദേർ? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. നീ എന്റെ മാനം കളയരുത്. എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. പിടിച്ച് സമ്മതിച്ചു. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോലില്ല. മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിൽ കയറി ഇങ്ങനെ ചെയ്യുന്ന പണി ഇതാണല്ലോ. അവിടുത്തെ ഭക്ഷണം പോയി കഴിച്ചിട്ട് അവിടുത്തെ ഭക്ഷണത്തിനെ കുറിച്ച് കുറ്റം പറയുക. ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കുന്നില്ല. എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. കാര്യം സ്വന്തം റെസ്റ്റോറന്റ് തുടങ്ങി അവിടുന്ന് പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ചെയ്തപ്പോ മൂപ്പര് അവരങ്ങ് ബ്ലോക്ക് ചെയ്യല്ലേ? അതല്ല ഉദ്ദേശം. ഞാൻ പോകുന്നു. ബൈ.